പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാരൂപിയുടെയും നാമത്തിൽ ആമേൻ. വീണ്ടും വചനവുമായി വരുവാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചനഭാഗം വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 36-ാം വാക്യം മുതൽ. ഫരിസേയരിലൊരുവൻ തന്നോടൊത്ത് ഭക്ഷണം കഴിക്കാൻ അവനെ ക്ഷണിച്ചു. യേശു അവൻ്റെ വീട്ടിൽ പ്രവേശിച്ച് ഭക്ഷണത്തിനിരുന്നു. അപ്പോൾ ആ പട്ടണത്തിലെ പാപിനിയായ ഒരുവൾ ഫരിസേയൻ്റെ വീട്ടിൽ അവൻ ഭക്ഷണത്തിനിരിക്കുന്നു എന്നറിഞ്ഞ് ഒരു വെൺകൽ ഭരണി നിറയെ സുഗന്ധ തൈലവുമായി അവിടെ വന്നു. യേശു അവിടെ ഈ ഫരിസേയൻ്റെ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കുന്നുണ്ടെന്ന് അറിഞ്ഞ് പാപിനിയായ സ്ത്രീ കയ്യും വീശിയല്ല വന്നത്, ഒരു വെൺകൽ ഭരണി നിറയെ സുഗന്ധ തൈലവുമായി അവിടെ വന്നു. അവൾ അവൻ്റെ പിന്നിൽ പാദത്തിനരികെ കരഞ്ഞുകൊണ്ട് നിന്നു. അവൻ്റെ പിന്നിലാണ് നിന്നത്. പാപിനിയായ സ്ത്രീക്ക് അവൻ്റെ മുന്നിൽ വന്ന് നിൽക്കുവാനുള്ള ധൈര്യം ഉണ്ടായി കാണുകയില്ല. അവൾ അവൻ്റെ പിന്നിൽ പാദത്തിനരികെ കരഞ്ഞുകൊണ്ട് നിന്നു. കണ്ണീരുകൊണ്ട് അവൾ അവൻ്റെ പാദങ്ങൾ കഴുകുകയും തലമുടി കൊണ്ട് തുടയ്ക്കുകയും ചുംബിക്കുകയും സുഗന്ധ തൈലം പൂശുകയും ചെയ്തു. കണ്ണീരുകൊണ്ട്, താൻ പാപിനിയാണ് എന്നതിൽ പശ്ചാത്തപിച്ച ആ ദുഃഖത്താലുള്ള കണ്ണീരുകൊണ്ട് അവൾ അവൻ്റെ പാദങ്ങൾ കഴുകുകയും അവളുടെ മുടി കൊണ്ടത് തുടയ്ക്കുകയും അതിനുശേഷം ആ കാലിൽ സുഗന്ധദ്രവ്യം പുരട്ടുകയും ചെയ്തു. അവനെ ക്ഷണിച്ച ഫരിസേയൻ ഇത് കണ്ട് സ്വഗതമായി പറഞ്ഞു, ഇവൻ പ്രവാചകനാണെങ്കിൽ തന്നെ സ്പർശിക്കുന്ന സ്ത്രീ ആരെന്നും ഏത് തരക്കാരിയെന്നും അറിയുമായിരുന്നു. ഇവൾ ഒരു പാപിനിയാണല്ലോ. യേശു അവനോട് പറഞ്ഞു, ശിമയോനെ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ഗുരു അരുളി ചെയ്താലും എന്നവൻ പറഞ്ഞു. ഒരു ഉത്തമർണന് 2 കടക്കാർ ഉണ്ടായിരുന്നു. ഒരുവൻ 500 മറ്റവൻ 50 ദനാറ് കടപ്പെട്ടിരുന്നു. വീട്ടാൻ കഴിവില്ലാത്തതുകൊണ്ട് ഇരുവർക്കും അവൻ കടമിളച്ചു കൊടുത്തു. ആ 2 പേരിൽ ആരാണ് അവനെ കൂടുതൽ സ്നേഹിക്കുക? ശിമയോൻ മറുപടി പറഞ്ഞു, ആർക്ക് അവൻ കൂടുതൽ ഇളവ് ചെയ്തോ അവനെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഒരാളുടെ കയ്യിൽ നിന്ന് 2 പേർ പൈസ കടം വാങ്ങിച്ചിരുന്നു. അവർക്ക് തിരിച്ചു കൊടുക്കാൻ സാധിക്കുകയില്ലെന്ന് മനസ്സിലായി. അപ്പോൾ ആ പൈസ കൊടുത്തവൻ ആ കടങ്ങൾ ഇളച്ചു കൊടുത്തു. അപ്പോൾ ഇതിനകത്ത് ആരാണ് കൂടുതൽ അവനെ സ്നേഹിക്കുക? കുറച്ച് പൈസ ഇളച്ചു കൊടുത്തവനോ അതോ കൂടുതൽ പൈസ ഇളച്ചു കൊടുത്തവനോ? അതുപോലെ നമ്മുടെ പാപങ്ങളുടെ നിറം, പാപങ്ങളുടെ കാഠിന്യം എത്ര വലുതാണെങ്കിലും നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെട്ട് എന്ന് നമുക്ക് വിശ്വാസം വന്നു കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ പാപങ്ങൾ പൊറുക്കപ്പെട്ടവനായിരിക്കും ഏറ്റവും വലിയ സന്തോഷം. കാരണം കർത്താവ് പാപികളെ തേടിയാണല്ലോ വന്നത്. കരുണയുള്ള ആബാ പിതാവ് പാപികളെ തേടി
പാപികളെ രക്ഷിക്കാനായിട്ടാണ് ഈ ഭൂമിയിൽ വന്നത്. ഈ ലോക നിയമങ്ങളനുസരിച്ച് നോക്കുമ്പോൾ ഇതുപോലെ അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവപുത്രനും രാജാവുമൊക്കെയായി വന്നവൻ ഈ പാപിനിയായ സ്ത്രീയെക്കുറിച്ച് അറിയുന്നില്ലേ എന്നായിരുന്നു ആ ശിമയോൻ്റെ വിചാരം. പക്ഷെ കർത്താവ് വ്യക്തമായിട്ട് ഉപമകളിലൂടെ പറയുന്നു, അവളുടെ പാപങ്ങൾ വലുതായിരുന്നു, പക്ഷെ ഞാനത് പൊറുക്കുമെന്ന് അവൾക്ക് വിശ്വാസമുണ്ട്. അതിനാൽ അവൾ എന്നെ കൂടുതൽ സ്നേഹിക്കുന്നു. നീ ശരിയായി തന്നെ വിധിച്ചു. അനന്തരം യേശു ആ സ്ത്രീയുടെ നേരെ തിരിഞ്ഞ് ശിമയോനോട് പറഞ്ഞു, നീ ഈ സ്ത്രീയെ കാണുന്നല്ലോ. ഞാൻ നിന്റെ വീട്ടിൽ വന്നു കാല് കഴുകുവാൻ നീ എനിക്ക് വെള്ളം തന്നില്ല. എന്നാൽ ഇവൾ കണ്ണീരുകൊണ്ട് എൻ്റെ കാല് കഴുകുകയും തലമുടി കൊണ്ട് തുടയ്ക്കുകയും ചെയ്തു. നീ എനിക്ക് ചുംബനം തന്നില്ല. എന്നാൽ ഞാനിവിടെ പ്രവേശിച്ചതു മുതൽ എൻ്റെ പാദങ്ങൾ ചുംബിക്കുന്നതിൽ നിന്ന് ഇവൾ വിരമിച്ചിട്ടില്ല. നീ എൻ്റെ തലയിൽ തൈലം പൂശിയില്ല. ഇവളോ എൻ്റെ പാദങ്ങളിൽ സുഗന്ധതൈലം പൂശിയിരിക്കുന്നു. അതിനാൽ ഞാൻ നിന്നോട് പറയുന്നു, ഇവളുടെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. എന്തെന്നാൽ ഇവൾ അധികം സ്നേഹിച്ചു. ആരോട് അല്പം ക്ഷമിക്കപ്പെടുന്നുവോ അവൻ അല്പം സ്നേഹിക്കുന്നു. അവൻ അവളോട് പറഞ്ഞു, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അവനോടുകൂടെ പന്തിയിലിരുന്നവർ പരസ്പരം പറയാൻ തുടങ്ങി, പാപങ്ങൾ ക്ഷമിക്കുക പോലും ചെയ്യുന്ന ഇവൻ ആരാണ്? അവൻ അവളോട് പറഞ്ഞു, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സമാധാനത്തോടെ പോവുക. ഈ വചനം ധ്യാനിച്ചു കഴിയുമ്പോൾ ആദ്യം വരുന്ന ചോദ്യം, നമുക്ക് കർത്താവിനോടുള്ള സ്നേഹം എത്രത്തോളമുണ്ട്? നമുക്ക് കർത്താവിനോടുള്ള സ്നേഹം എത്രത്തോളമുണ്ട്? നമ്മൾ ജനിച്ച അന്ന് മുതൽ ഇന്ന് വരെയുള്ള സകല പാപങ്ങളും പൊറുത്തവനാണ് നമ്മുടെ ആബ്ബാ പിതാവ്. നമ്മൾ ആ ആബ്ബാ പിതാവിന് വേണ്ടി, നമ്മുടെ കർത്താവിന് വേണ്ടി എന്താണ് നമ്മൾ ചെയ്തിട്ടുള്ളത്? നമ്മൾ രോഗികളെ സന്ദർശിക്കുന്നുണ്ടോ? വസ്ത്രമില്ലാത്തവന് വസ്ത്രം കൊടുക്കുന്നുണ്ടോ? ഭക്ഷണമില്ലാത്തവന് ഭക്ഷണം കൊടുക്കുന്നുണ്ടോ? കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടവരെ നമ്മൾ സന്ദർശിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ട എന്തെങ്കിലുമൊക്കെ ഉപകാരം നമ്മൾ ചെയ്യുന്നുണ്ടോ? നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്നാണ് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മുടെ അയൽക്കാരോടുള്ള നമ്മുടെ ബന്ധം എങ്ങനെയാണ്? അപ്പോൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവനല്ല, എൻ്റെ വചനം പഠിക്കുകയും ധ്യാനിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരെയാണ് എനിക്കിഷ്ടം എന്ന് കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്നു. ഇന്നത്തെ ഈ വചനത്തിൽ പാപിനിയായ സ്ത്രീ കർത്താവിൻ്റെ മുൻപിൽ പോലും വരാതെ കർത്താവിൻ്റെ പിന്നിലിരുന്നു കൊണ്ട് തൻ്റെ കണ്ണീരുകൊണ്ട് അവൻ്റെ പാദങ്ങൾ കഴുകുകയും തൻ്റെ തലമുടി കൊണ്ടത് തുടയ്ക്കുകയും താൻ കൊണ്ടുവന്ന സുഗന്ധ തൈലം കൊണ്ട് കാലിൽ പൂശുകയും ഒക്കെ ചെയ്യുന്നു. അപ്പോൾ കർത്താവ് പറയുന്നു, നിന്റെ പാപം ഞാൻ ക്ഷമിക്കുന്നു, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. അവൾ കർത്താവിനെ എത്രയധികം സ്നേഹിക്കുന്നു. അവളുടെ വളരെയധികം പാപങ്ങൾ കർത്താവ് പൊറുത്തു. കൂടുതൽ പൊറുക്കപ്പെട്ടവർ കൂടുതൽ സ്നേഹിക്കണം. നമ്മുടെ പാപങ്ങളുടെ നിറം എത്ര കടും ചുവപ്പാണെങ്കിലും പശ്ചാത്തപിക്കുന്ന പാപിയെ തിരസ്കരിക്കാത്തവനാണ് നമ്മുടെ ദൈവം. ഇങ്ങനെയുള്ള കരുണാമയനായ,
എപ്പോഴും എപ്പോൾ വിളിച്ചാലും അനുകമ്പയോടെ വിളി കേൾക്കുന്ന നമ്മുടെ അബ്ബാ പിതാവിനെ നമ്മൾ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്. കർത്താവെ, ഞങ്ങളുടെ സ്നേഹത്തെ വർദ്ധിപ്പിക്കണമേ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. ആമേൻ.